ഹായ് പിള്ളേരെ, ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ടൂർ പോകുന്നതല്ല, ഞങ്ങൾ ചോട്ടുവിനെ വിളിക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് മിസൂരിൻ്റെ ഹെഡ്സെറ്റൊക്കെ മേടിച്ച് ഞാൻ തലയിൽ വെച്ചതിന് അവൻ തിരിച്ചു കൊടുക്കാൻ വേണ്ടി കരഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ തിരിച്ചു കൊടുത്തിട്ടോ. അത് വെറുതെ എന്തിനാ ഞാനായിട്ടൊരു പ്രശ്നത്തിൽ നിൽക്കുന്നേ. അത് കഴിഞ്ഞ് കൊട്ടിയത്ത് എത്തിയപ്പോഴത്തേക്ക് കൊട്ടിയത്ത് ഭയങ്കര ബ്ലോക്ക് കേട്ടോ. പിന്നെ കുറേ നേരം ആ ബ്ലോക്കിൽ കിടന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ചെറുക്കനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബ്ലോക്ക് കഴിഞ്ഞപ്പോൾ അടുത്ത പള്ളിമുക്കിലായിട്ടോ ബ്ലോക്ക്. പിന്നെ നമ്മുടെ കൊല്ലം സൂപ്പർ ആക്കി വെച്ചേക്കുമായിരുന്നു കേട്ടോ. ആ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല ക്രിസ്മസ് അപ്പൂപ്പനെയൊക്കെ ഒരുക്കി ചുന്ദരിയാക്കിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ചോട്ടുവിനെ വിളിക്കാനായിട്ട്. ചോട്ടു എറണാകുളത്ത് പോയിട്ട് വന്ന വഴിയായിട്ടോ ഇത്. പിന്നെ നമ്മൾ കൊല്ലത്ത് പോയി കഴിഞ്ഞാൽ കൊല്ലം ബീച്ച് കാണാതെ വരുന്ന ചരിത്രമേ ഇല്ല കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിലെ മിസ്സു അവൻ സമ്മതിക്കത്തില്ല കേട്ടോ കൊല്ലം ബീച്ച് കാണണം. അവന് ബീച്ച് 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 എന്നൊരു വാക്ക് മാത്രമേ അവനുള്ളൂ. പിന്നെ ഉമ്മായും മോനും തമ്മിലൊരു പ്രകടനമായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ മുതുക്കി എന്നോടൊന്ന് അടി ഉണ്ടാക്കുന്ന എന്തിനാന്ന് അറിയുമോ? ചെറുതായിട്ട് ഞാൻ അവളുടെ ചെരിപ്പൊന്നും എൻ്റെ കാലിൽ ഇട്ടതിനാട്ടോ അവളെന്നെ വഴക്കുറയും. ബീച്ച് വന്നു കഴിഞ്ഞാൽ മിക്കപ്പോഴും തിന്നുന്ന സാധനമായിട്ടോ ഈ വെള്ളക്കടലിൽ മണ്ടയിൽ കൂടെ മസാലയൊക്കെ വാരിപ്പൊത്തി ഇട്ടുന്നതും പിന്നെ ഈ കമ്പിക്കുത്തി പൊട്ടറ്റോ. എനിക്ക് ആദ്യമായിട്ട് ഇത് മേടിച്ചതെന്ന് എൻ്റെ ചോട്ടുവാണ് കേട്ടോ. നമ്മുടെ കാസർഗോഡ് ഒരു പരിപാടി നടന്നപ്പോൾ എനിക്ക് അവിടെ നിന്നായിട്ടോ അവളെ ആദ്യമായിട്ട് മേടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരിക്കലും തിന്നാത്തൊരു സാധനമായിരുന്നു കേട്ടോ ഈ പഴത്തിൻ്റെ മണ്ടയിൽ കൂടെ കുറേ ഐസ്ക്രീം വാരിപ്പൊത്തിട്ടത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വയറൊക്കെ നിറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലോട്ട് പോകാട്ടോ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ.